ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് സി.കെ. പത്മനാഭൻ അല്പം മുമ്പ് ഞങ്ങളുടെ കണ്ണൂർ റിപ്പോർട്ടർ സന്തോഷുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം വലിയ വിഷമത്തോടുകൂടിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ബി.ജെ.പിയെ പോലെ ഒരു കേഡർ പാർട്ടിയുടെ ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു പരസ്യമായ പ്രസ്താവന നടത്തുന്നത് വളരെ അപൂർവമാണ്. അദ്ദേഹം പക്ഷേ സഹികെട്ടിട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇപ്പോൾ നടത്തേണ്ടുന്ന ഒരു സാഹചര്യം വന്നത്. അണക്കെട്ട് പൊട്ടിയ പോലെയാണ് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ഇങ്ങനെ ചാടി വരികയാണ്. ഈ വരുന്നതിൽ 80% അഴിമതി കേസുകളിൽ പെട്ട് ഇ.ഡിയോ അതല്ലെങ്കിൽ CBIയോ ഒക്കെ ചോദ്യം ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി എത്തുന്നവരാണ് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ബി.ജെ.പി ഏതാണ്ട് ഒരു അഴിമതി പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സി.കെ. പത്മനാഭനെ പോലെ ഒരു മുതിർന്ന നേതാവ് പറയാതെ പറഞ്ഞത്. കാരണം ഇത്രമാത്രം അഴിമതി നടത്തി പിടിക്കപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന ഒരു ന്യായ യാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അശോക് ചവാൻ വീട്ടിലെത്തി സോണിയാഗാന്ധിയെ കണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് ജയിലിൽ പോകാൻ വയ്യ ഈ വയസ്സാം കാലത്ത്. എങ്ങനെ വെറുതെ ഒരാൾ പോകുമോ? വെറുതെ ഒരാൾക്ക് പോകാൻ കഴിയില്ലല്ലോ. ഫ്ലാറ്റ് കുംഭകോണ കേസിലെ പ്രതിയാണ് അശോക് ചവാൻ. അപ്പോൾ ഈ അഴിമതി പാർട്ടിയിൽ അഴിമതിക്കാരായിട്ടുള്ള വലിയ വിഭാഗം നേതാക്കൾ ബി.ജെ.പിയിൽ എത്തുന്നതോടെ അദ്ദേഹം പറയാതെ പറഞ്ഞ് ഓരോ പാർട്ടിക്ക് ഓരോ സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഇല്ലാതായി പോകും എന്നാണ്. ബി.ജെ.പിക്കുള്ള ആ സംസ്കാരം ഇല്ലാതായി പോകുമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ് സി.കെ. പത്മനാഭൻ. സന്തോഷ്. തീർച്ചയായും ഷമി, സി.കെ. പത്മനാഭൻ കേരളത്തിലെ ബി.ജെ.പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ നിലവിലെ ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിച്ച മുതിർന്ന നേതാവാണ്. അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയുള്ള പ്രതികരണമാണ് സി.കെ. പത്മനാഭൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ അടിവരയിട്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ, ഒന്ന്, ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും എതിരെയുള്ള വിമർശനം സി.കെ. പത്മനാഭൻ്റെ വാക്കുകളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒന്ന് കാര്യം, ഈ പാർട്ടി എന്ന് പറയുന്നത്, പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് അധികാരത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു. അത് പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അദ്ദേഹം പല മുൻ നേതാക്കന്മാരുടെ, മുരളി മനോഹർ ജോഷി വരെയുള്ളവരുടെ കാര്യം എടുത്ത് പരാമർശിച്ചപ്പോൾ ആ സമയത്ത് അധികാര രാഷ്ട്രീയം എന്നുള്ളത് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അധികാരത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അത് അധികാരവും അതോടൊപ്പം തന്നെ പരമാധികാരവും അപകടകരമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സി.കെ. പത്മനാഭൻ സംസാരിച്ചത്. ഈ അധികാര രാഷ്ട്രീയത്തിലേക്കാണ് കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ കടന്നു വരുന്നത്. അവരുടെയും ലക്ഷ്യവും അധികാരം തന്നെ. അതായത് അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് വരിക, അധികാര സ്ഥാനങ്ങൾ നേടിയെടുക്കുക, സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ച് മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് ആളുകൾ ഈ ബി.ജെ.പിയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതും. അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ദൂരവ്യാപകമായി ബാധിക്കും എന്നുള്ളത് തന്നെയാണ് സി.കെ. പത്മനാഭൻ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ അഭിപ്രായമല്ല, നിരവധിയായിട്ടുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി പ്രവർത്തകരുടെയും മുതിർന്ന നേതാക്കളുടെയും പൊതുവായ അഭിപ്രായമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്നും വരുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ജനപിന്തുണയില്ലാത്ത നേതാക്കൾ, സ്വന്തം വീട്ടുകാർ പോലും ഒപ്പം വരുന്നില്ല. അത്തരത്തിൽ ഉള്ള ആളുകളാണ് കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് കടന്നു വരുന്നത്.